എത്ര കാർ ഉണ്ടാവും കളക്ഷനിൽ? എനിക്കോ? ആ ഈ പഴയ ബീറ്റില് ആ എല്ലാ എല്ലാ ഫ്യൂവലും ഉണ്ട്. ബീറ്റിൽ പെട്രോൾ, പിന്നെ ഒരു EV ഉണ്ട്, അപ്പോൾ ഇലക്ട്രിക് ആയി. പജേറോ ഡീസല്, ആ പിന്നെ ഒരു സെലേറിയോ, അത് പെട്രോൾ. പെട്രോൾ 4 നാലാണ്. ഓക്കെ. പിന്നെ അച്ഛൻ്റെ അമ്മയുടെയും പഴയ ഒരു അംബാസഡർ ഉണ്ട്. അച്ഛൻ്റെ അമ്മയുടെയും കല്യാണത്തിന് കിട്ടിയ അമ്മുമ്മ കൊടുത്ത വണ്ടിയാണ്, ചുവപ്പും ക്രീമുമായിട്ടുള്ള. അതും ഇപ്പോൾ വർക്ക്ഷോപ്പില്ല, അടുത്ത ആഴ്ച ഇറങ്ങും. അതും ഞാൻ ഇടയ്ക്ക് ഓടിക്കുന്നത്. ആണല്ലേ? ഈ ഇടയ്ക്ക് ഒരു ഓപ്പൺ ജീപ്പ് വന്നതിന്റെ വീഡിയോ ഞാൻ കണ്ടിരുന്നേ. 4x4 4x4 ഉണ്ട്. അവരുടെ ഓഫ് റോഡ് വിളിച്ചിട്ടുണ്ട്, പോണം. ആണോ? അപ്പം പെട്ടെന്ന് ഞാൻ അമ്മയുടെ അടുത്തു നിന്ന് അങ്ങനെ ഒരു ആഗ്രഹം പെട്ടെന്ന് പ്രതീക്ഷിച്ചില്ല. വീഡിയോ ആണോ, എന്നെയും കൂടെ കൂട്ടി ഒന്ന് കറക്കുമോ എന്നൊക്കെ ചോദിച്ചിട്ട്. അമ്മയ്ക്ക് പക്ഷേ സ്പീഡ് പേടിയാ. ആണോ? അതൊക്കെ പോകാൻ പറയും. എങ്ങനെ അമ്മയായിട്ട് ട്രിപ്പൊക്കെ പോകും? അങ്ങനെ അമ്മയായിട്ട് ഇല്ല, അധികം വെച്ചാൽ അമ്മയ്ക്ക് സ്പീഡ് പേടിയുണ്ട്. ഇപ്പോൾ കാറിലധികം അമ്മയെ കൊണ്ടുപോകാറില്ല. പിന്നെ അമ്മയ്ക്ക് പിന്നെ കാറിൽ ഇവിടെ ഇപ്പോൾ അധികം വലിയ യാത്രയില്ല. അമ്മയുടെ കാര്യങ്ങളിലേക്ക് വരുമ്പോൾ അമ്മയിൽ നിന്ന് എന്താണ് ശരിക്കും ആർജിച്ചെടുത്തതെന്ന് അറിയാനൊരാഗ്രഹമുണ്ട്. അമ്മ കുട്ടിക്കാലത്ത് പ്രത്യേകിച്ച് ഈ പൂജ, ശ്ലോകങ്ങൾ, നമ്മൾ അമ്പലത്തിൽ പോവുക, പിന്നെ എൽഡേഴ്സിനെ റെസ്പെക്റ്റ് ചെയ്യുക, ബാക്കി സഹജീവികളത്തെ കരുണയോടും അനുകമ്പയോടും പെരുമാറുക, ആരെയും പരിഹാസം ചെയ്യാൻ പാടില്ല, ഒക്കെയാണ് അമ്മ പറഞ്ഞിട്ടുള്ളത്. അതിൽ കുറച്ചൊക്കെ ഞാൻ ഉൾക്കൊണ്ടിട്ടുണ്ട്. ഒരു മെയിനായിട്ടൊരു മോറൽ വാല്യൂ അമ്മ പഠിപ്പിച്ചെന്നതിൽ എപ്പോഴും എവിടെയെങ്കിലും ചെല്ലുമ്പോൾ ഈ ഒരു കാര്യം ഒരിക്കലും അമ്മ പഠിപ്പിച്ചത് മറന്നു പോവില്ല എന്ന് മനസ്സിൽ ഉറപ്പിച്ചേക്കുന്നൊരു കാര്യം എന്തായിരിക്കും? എവിടെ പോയാലും ആൾക്കാരുമായിട്ട് വഴക്ക് പിടിക്കാതെ സമാധാനം പ്രിയനായിരിക്കണം എന്നാണ് അമ്മ പറയുന്നത്. ദേഷ്യം പാടില്ല. എല്ലാവരും പറയുന്ന വേറൊരു കാര്യമുണ്ട്, ഇത്രയും ഭയങ്കര ഭയങ്കര ഇന്നസെൻസ് ഉള്ളൊരു തമ്പുരാനെന്ന് ആൾക്കാർ പറയുന്നുണ്ട്. ഭയങ്കര ഇന്നസെൻസ് മാത്രമല്ല, അതുപോലെ ഭയങ്കര പാവം ലുക്കുള്ള എന്ന് പറയുന്നത് എപ്പോഴും ലുക്കിലേ ഉള്ളൂ. പക്ഷെ അമ്മയുടെ ആ ഒരു വീഡിയോക്കകത്ത് ഞാൻ കണ്ടു, ഇയാള് ഭയങ്കര ഇയാള് വിഷയാന്ന്. അങ്ങനെ പിന്നെ ഇന്നസെന്റ് എന്ന് പറയുന്നത് ഇപ്പോൾ ആൾക്കാരുടെ കൺസെപ്റ്റാണ്. ഇന്നസെന്റ് ലുക്കായിരിക്കും ചിലപ്പോൾ. അങ്ങനെ എൻ്റെ പ്രത്യേകിച്ച് ആൾക്കാരടുത്ത് ഇതാ ഒരു എന്താണ്, വഴക്കിനൊന്നും അധികം പോകാറില്ല. ഇപ്പോഴും പിന്നെ ഈ സോഷ്യൽ മീഡിയ വന്നുകൊണ്ട് തന്നെ ഈയിടയ്ക്ക് ഞാൻ എൻ്റെ വണ്ടിയിൽ നിന്ന് ക്ഷേത്രത്തിൽ നിന്ന് വരുമ്പോൾ മുമ്പിലുള്ള ഓട്ടോറിക്ഷ പെട്ടെന്ന് ബ്രേക്ക് പിടിച്ചു. ഞാനും അതിലിടിക്കാതിരിക്കാൻ പെട്ടെന്ന് ബ്രേക്ക് പിടിച്ചിട്ട് മരണ്ട ഹോണൊക്കെ അടിച്ചു. അപ്പോൾ പുള്ളി എടുത്തുണ്ട്. അപ്പോൾ നിർത്തിയതും ബാക്കിൽ നിന്ന് വന്നൊരു സ്കൂട്ടർ ലേഡി വന്ന് ഇടിച്ചു എൻ്റെ വണ്ടിയിൽ. ഞാനും മിററിൽ കൂടെ നോക്കുമ്പോൾ എനിക്ക് അവരുടെ മുഖം കാണാം, ഇങ്ങനെയൊക്കെ കാണിക്കുന്നുണ്ട്. ഞാൻ വണ്ടി സൈഡിലോട്ട് നിർത്തിയിട്ട് ഇങ്ങനെ ബ്രേക്ക് പിടിക്കാൻ, ഞാൻ മുമ്പിലത്തെ ഓട്ടോ ബ്രേക്ക് പിടിച്ച ഇത്ര അടുത്ത് വരാമോ, ഇതാര്? ഞാൻ ആരോ എന്തോ ആരെങ്കിലും ആയോ, എനിക്ക് നേരിട്ട് കാണണം എന്നുണ്ടായിരുന്നു. ഞാൻ അപ്പോൾ മനപ്പുറം പിടിച്ചതല്ലേ, ഇങ്ങനെ ഒരു രീതിയിൽ കാണുമെന്ന് പ്രതീക്ഷിച്ചിട്ടുണ്ട്. പിന്നെ ഷേക്കാൻ്റെ ഒക്കെ ചെയ്ത് സന്തോഷമായിട്ട്. അപ്പോൾ ആരടുത്ത് വഴക്ക് പിടിക്കാൻ വെക്കില്ല. ചിലപ്പോൾ വഴക്ക് കൊടുക്കുന്ന അല്ലെങ്കിൽ പൊതുവെ ആരത്തും അധികം വഴക്ക് പിടിക്കാറില്ല. വണ്ടി സോഷ്യൽ മീഡിയയിലുണ്ടാവും. പിന്നെ വണ്ടി ഓടിക്കുമ്പോഴാണ് കൂടുതൽ ആൾക്കാർ വഴക്ക് പിടിക്കാനുള്ള ചാൻസ് കൂടുന്നത്. പിന്നെ നമ്മുടെ കാര്യം നോക്കി വണ്ടി ഓടിച്ചു പോകും. തമ്പുരാനിലേക്ക് വരുമ്പോൾ എല്ലാവർക്കും വളരെ ക്ലീഷായിട്ടുള്ള ചോദ്യമാണ്, ബി നിലവറയെ പറ്റിയിട്ടായിരിക്കും കൂടുതൽ അറിയാനുള്ളത്. അല്ലെങ്കിൽ ലോകത്തിലേക്ക് വെച്ച് ഏറ്റവും സമ്പന്നമായ ക്ഷേത്രമാണ്. അപ്പം അതിൻ്റെ അധികാരത്തിലുള്ള ആൾക്കാർ എന്നുള്ള രീതിയിൽ വെച്ച് ഒരുപാട് നെഗറ്റീവും പോസിറ്റീവും കേട്ടിട്ടുണ്ടാവും. ബി നിലവറ ഓൾവേസ് ബി പോസിറ്റീവ്. അത് ആക്ച്വലി കൊള്ളാട്ടോ. ക്യൂരിയോസിറ്റി ഉണ്ടോ എന്തായിരിക്കും അതിനുള്ളിൽ ഉണ്ടാവുക എന്നുള്ളത്? നമ്മുടെ ഉള്ളിൽ എന്താണെന്ന് നമുക്കറിയാം. അത് സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല. ആൾക്കാര് ഈ കോയിൻസ് ഒക്കെ അന്ന് കേട്ടിട്ടുണ്ട്, പക്ഷെ ഞാനും ശരിക്കും ഈ നിലവറാന്ന് തന്നെ ഉള്ളത് തന്നെ കേസ് വന്നപ്പോഴാണ് ഞാൻ അറിയുന്നത്. അതിനു മുമ്പ് ആരും പറഞ്ഞു കേട്ടിട്ടില്ല. ഞാൻ പഴയ വല്യമ്മ അദ്ദേഹത്തിൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്, ഈ അഴിവെച്ച് കുറെ മുറികൾ എന്താന്ന്, കുറെ മുറികളാന്ന് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. എന്താണെന്ന് ആരും നിലവറ എന്നുള്ളൊരു കോൺസെപ്റ്റേ ഇല്ലായിരുന്നു. നമ്മളൊക്കെ വിചാരിച്ചു നിലവറ എല്ലാം ഭൂമിയുടെ അടിയിലാന്നൊക്കെ. പക്ഷേ നിലവറയാണ് ഭൂമിയുടെ അടിയിലായിട്ട് ഞാൻ കണ്ടിട്ടുള്ളത്. ബാക്കിയെല്ലാം മുകളിൽ തന്നെ. ഈ നിലവറയുടെ വാതിൽ കണ്ടിട്ടുണ്ട്. അതെ അല്ലേ? ഇതുപോലൊരു തടിയല്ല, ഇരുമ്പ് വാതിൽ. അതിന്റെ മുകളിൽ ചെറിയൊരു വെന്റിലേറ്റർ പോലെ ഉണ്ട്. ഇപ്പൊ ഏതൊരു ഓസ്ട്രേലിയൻ ചാനലിലെ അവരിങ്ങനെ പറയുണ്ടായിരുന്നു, ബി നിലവറയ്ക്കകത്ത് മമ്മി ഉണ്ടെന്ന്.
ആ ഞാനും കേട്ടു. കേട്ടില്ലേ? അഗസ്ത്യമുനിയുടെ അഗസ്ത്യമുനിയുടെ സമാധി ബീനലവറൊക്കെ മമ്മിയുണ്ട്. ഇതുപോലെ കുറച്ച് ചാനലുകാരിങ്ങനെ വിളിച്ചു ചോദിച്ചു, സാർ ബീനലവരെ മമ്മിയുണ്ടോ? ഞാൻ പറഞ്ഞു മമ്മി വെളിയിലും ഡാഡി വെളിയിലും. മമ്മി അകത്തും ഡാഡി വെളിയിലെന്നും പറഞ്ഞു. എന്താ ചെയ്യല്ല, ഒരുപാട് ഈ ബീനലവറെ കുറിച്ച് കേട്ടിട്ടുള്ള കഥകളില് ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന കഥകളിൽ 2 rooms, 2 മുറിയാണ്. ആദ്യത്തെ മുറി ഇപ്പം തുറന്നിട്ടുണ്ട്. രണ്ടാമത്തെ ഇത് തുറക്കാൻ പോയപ്പോഴാണ് അവിടുത്തെ വാതിലിൻ്റെ ഒരു ഭാഗം കാലി വീഴുകയും മുറിയൊക്കെ പിന്നെ അങ്ങനെ അങ്ങ് വേണ്ടാന്ന് വെച്ചു. ആണല്ലേ. ഈ ഇത് തുറക്കുന്നതോടെ തലസ്ഥാനം വെള്ളത്തിൽ മുങ്ങിപ്പോകാൻ ചാൻസ് ഉണ്ട് എന്നൊരു ഇത് കേട്ടിരുന്നു. അതിൽ എനിക്ക് തോന്നുന്നില്ല അങ്ങനെയൊക്കെ ഉണ്ടോ ഇല്ലെന്ന് നമുക്ക് പറയാനുള്ളൊരു അറിവില്ല. പക്ഷേ ഒരു വാതിലുണ്ടെങ്കിൽ അത് തുറക്കാൻ ഉദ്ദേശിച്ചായിരിക്കണം. പക്ഷെ എന്തുകൊണ്ട് തുറന്നുകൂടാ എന്നുള്ള നമുക്കിപ്പോൾ ഏറ്റവും നമ്മുടെ അറിവിന് അക്സെപ്റ്റ് ചെയ്യുന്ന ദേവപ്രശ്നമാണ്. ദേവപ്രശ്നത്തിൽ പറയുന്നു അത് തുറക്കാൻ പാടില്ല. ദേവപ്രശ്നത്തില് ഇങ്ങനൊരു കാര്യം പറഞ്ഞിട്ടുണ്ടോ, ഇത് തുറന്നു കഴിഞ്ഞാൽ പ്രളയം പോലെ ഉണ്ടാവും? പ്രളയം എന്ന് പറഞ്ഞിട്ടില്ല. അവര് പറഞ്ഞിരിക്കുന്ന ഇറ്റ്സ് ബാഡ് ഓമൻ എന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. ആഫ്റ്റർ എഫക്ട്സ് എന്തൊക്കെയെന്ന് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ആഫ്റ്റർ തുറക്കണ്ട, നാടിന് നല്ലതല്ലെന്നൊക്കെയാണ് ഞാൻ മനസ്സിലാക്കിയത് അത് പറഞ്ഞത്. ഇതിപ്പോൾ ഇനിയിപ്പോൾ നാളൊരു കാലത്ത് ആരെങ്കിലും തുറന്നാൽ അപ്പോഴറിയാം എൻ്റെ അകത്ത് എന്താന്ന്. ഇത് തുറക്കുക എന്നുള്ളൊരു കാര്യം ആദ്യം വന്നപ്പോഴേ എന്തായിരുന്നു ശരിക്കും ഫസ്റ്റ് മനസ്സിലുണ്ടായിരുന്നത്? അത്ര നാള് പെട്ടെന്നൊരു ദിവസം വരെ 2011 ആ സമയത്ത് അത് പെട്ടെന്നൊരു ഉത്തരവ് വരുന്നു. അതപ്പോ എങ്ങനെയായിരുന്നു അതിന്? അല്ല, ഞാൻ ചോദിക്കും, നമ്മുടെ ക്ഷേത്രം ഇപ്പൊ ആരുടെ ആയിക്കോട്ടെ, ക്ഷേത്രം ഒരു ക്ഷേത്രത്തിൽ രഹസ്യമായിട്ട് വെച്ചിരിക്കുന്ന ഒരു സാധനം ബാഹ്യശക്തികളുടെ ഒരു ഇതുകൊണ്ട് നമ്മൾ ഒരിക്കലും തുറക്കാൻ പാടില്ല. അല്ലെങ്കിൽ അവിടുത്തെ തന്ത്രിയും അവിടുത്തെ ക്ഷേത്രം നോക്കുന്നവരുടെ ഒരു തീരുമാനമാണെങ്കിൽ ശരി തുറക്കാം. ദേവപ്രശ്നത്തിൽ ഇതിപ്പോ തുറക്കണം എന്ന്, പക്ഷേ തുറക്കണം എന്ന് ആരും പറഞ്ഞിട്ടില്ല. ഈ സുപ്രീം കോടതി പോലും പറഞ്ഞിട്ടില്ല തുറക്കണം എന്ന്. അന്നത്തെ എനിക്ക് 2011 കമ്മിറ്റി തുറക്കാൻ എല്ലാ ഹൈക്കോടതിയും മറ്റും പറഞ്ഞു എല്ലാ ഇതും തുറന്ന് കണക്കെടുക്കണം എന്നൊക്കെ. അന്ന് സുപ്രീം കോടതി പറഞ്ഞു. പിന്നെ ഇങ്ങനെ ബീനലവറെ പറ്റി അറിയിച്ചപ്പോൾ അവർ പറഞ്ഞു എന്നാ വേണ്ട, പിന്നീട് തീരുമാനിച്ചാൽ മതി എന്ന് പറഞ്ഞു. ഇതൊന്നും മിണ്ടിയിട്ടില്ല. പക്ഷേ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടോ തുറന്നിട്ടുണ്ടെന്നൊക്കെ. എൻ്റെ അറിവിൽ തുറന്നതായിട്ട് അറിയില്ല. കുറെ റിപ്പോർട്ട്സും പത്ര റിപ്പോർട്ട്സും ഒക്കെ സോഷ്യൽ മീഡിയയൊക്കെ ഒരുപാട് കണ്ടിട്ടുണ്ട്. കുറെ ആൾക്കാരുടെ വീഡിയോസ് കണ്ടിട്ടുണ്ട്. അത് ഓൾറെഡി തുറന്നു, അത് 8 വട്ടം തുറന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ട്. വീഡിയോ എങ്ങനെ എടുക്കാം? ക്യാമറ പോലും ഇല്ലാത്ത കാലമാണ്. അല്ല, ആൾക്കാർ പറയുന്നതായിട്ട് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള തോന്നിയ ഒരു കാര്യം എന്തായിരിക്കും ബീനലവറെ പറ്റിയിട്ട് സോഷ്യൽ മീഡിയയിൽ നിന്ന് കിട്ടിയതിൽ വെച്ചിട്ട്? അത് ഈ പാമ്പ് വെളിയിൽ സോഷ്യൽ മീഡിയയിൽ കാണിച്ചില്ലേ, ഈ പാമ്പിന്റെ പടം, പൂട്ടില് പാമ്പ് ഇങ്ങനെ ചുറ്റിക്കിടക്കുന്നു, ഒരാൾ പാട്ട് വായിക്കുന്നു, പാമ്പ് തനിയെ പൂട്ടിന്റെ അവിടെ നിന്ന് മാറുന്നു, പൂട്ട് തുറക്കുന്നു, അകത്തോട്ട് പോകുന്നു. നമ്മൾ ഈ നാഗമാണിക്യമൊക്കെ സൂക്ഷിക്കുന്ന കഥകൾ കേട്ടിട്ടുള്ളത് പോലത്തെ പ്രസന്റേഷൻ ഒക്കെ കണ്ടിട്ടുണ്ട്. പിന്നെ പറഞ്ഞു സ്വർണ്ണ തേങ്ങയുണ്ടെന്ന്. അത് ബീനലവറ എന്നാ പറഞ്ഞത്, പക്ഷെ ശരിക്കും ഏ നിലവറയിലാ ഉള്ളത്. ഉണ്ടോ? ഗോൾഡിന്റെ ഷേപ്പിലുള്ള ഇരിപ്പുണ്ട്. ആണോ? ഒരെണ്ണം ചെറുത്, പക്ഷെ തൊട്ട് വെരി ഫ്ലിംസി, ചെറിയ ഗോൾഡ് വെച്ചാണ് ഉണ്ടാക്കുന്നത്. അത് സോളിഡ് അല്ല.